എല്ലാവർക്കും ദേവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉടച്ചുകറിയാണ്. അതിന് വേണ്ടുന്ന 150 ഗ്രാം പയർ, കുറച്ച് മത്തങ്ങ, ഒരു ഏത്തക്ക, ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ ഈ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ പയർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വെക്കുന്നത്. പയർ കുക്കറിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇനി നമുക്കത് മൂടി വെച്ച് ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ എടുക്കാം. ഇതിൻ്റെ എല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് പയർ വെന്ത് പിന്നെ അതിലോട്ട് നമുക്ക് ഈ മത്തനും ഈ കായും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഒരു വിസിൽ കേൾക്കാൻ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇടാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുമ്പോൾ എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് ചതച്ചിടാൻ വേണ്ടി കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു 7-8 കാന്താരി മുളക്, ഒരു 2 ചെറിയ ഉള്ളി, ഇത്രയാണ് വേണ്ടത്. ഇത് നമുക്കെല്ലാം കൂടെ ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി ഇതിലോട്ടാക്കിയിട്ടുണ്ട്. മത്തനും കായും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അതിലോട്ട് ശകലം വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ശകലം ഉപ്പ് ഇട്ട്, ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. അതിലോട്ട് ഇനി കുറച്ച് കുരുമുളക് ഇടുവാണ്. ഇതായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്ത് ഇടാം. കടുക് വറുക്കാനായിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇനി അതിലോട്ട് കടുക് ഇടുകയാണ്. കടുക് പൊട്ടി. ഇനി അതിലോട്ട് 4-5 വറ്റൽമുളക് ഇടാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. ഇനി വറുക്കാനായിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങ ഇടുവാണ്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ശകലം കൂടെ ഒന്നായിട്ട് നമുക്ക് മാറ്റാം. ഇതിലോട്ടിനി കുറച്ച് മുളക് പൊടിയും കൂടെ ഇടുവാണേ. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് തട്ടാം.
കടുക് വറുത്തത് തേങ്ങ എല്ലാം കൂടെ വറുത്തതെല്ലാം കൂടെ ഇതിലോട്ട് മാറ്റുവാണ്. നമ്മുടെ ഉടച്ചേറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഉടച്ചേറി റെഡി ആയിട്ടുണ്ട്. പയറും മത്തങ്ങയും കായും കൂടെ ഇട്ട ഉടച്ചേറി പാത്രത്തിലോട്ട് മാറ്റി.